അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെന്നാണ് ചോദ്യം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. അതിർത്തി ഗാന്ധി, ഉത്തരം കമന്റ് ചെയ്തേ. അതിർത്തി ഗാന്ധി ആരാ? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലെ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടാൻ കാരണം എന്താണ്? കുട്ടികളെ, നമ്മുടെ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഇപ്പൊ നമ്മുടെ ഗാന്ധിജി നേതൃത്വം കൊടുത്ത നമുക്ക് അറിയാം അല്ലെ? ഗുജറാത്തിലാണ് ഗാന്ധിജി നേതൃത്വം കൊടുത്തത്. ഇപ്പൊ നമുക്ക് ഗുജറാത്തിലാണ് ഗാന്ധിജി നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ സി രാജഗോപാൽ ആചാരി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലം ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് സി രാജഗോപാൽ ആചാരി നേതൃത്വം കൊടുത്ത സ്ഥലം ഏതാണ്? പറയാവോ? സി രാജഗോപാൽ ആചാരി. തമിഴ്നാട്ടിൽ എവിടാ? തമിഴ്നാട്ടിലെ വേദാരണ്യം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അദ്ദേഹത്തെ നമ്മൾ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തമിഴ്നാട്ടിലെ വേദാരണ്യത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഈ പറയുന്ന സി രാജഗോപാൽ ആചാര്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ നമ്മുടെ സരോജിനി നായിഡു, അതൊരു ചോദ്യമാണ്. സരോജിനി നായിഡു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് എവിടെയാണ്? സരോജിനി നായിഡു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് എവിടെയാണ്? ദരാസനയിലാണ് അല്ലെ? ദരാസന എവിടെയാണ് കുട്ടികളെ? ദരാസന എവിടെയാണ് കുട്ടികളെ? ദരാസന ഏത് സംസ്ഥാനത്താണ്? സരോജിനി നായിഡു നേതൃത്വം കൊടുത്തത് ദരാസനയിലാണ്. ദരാസന ഏത് സംസ്ഥാനത്താണ്? പറഞ്ഞേ. ദരാസന ഗുജറാത്തിലാണ് അല്ലെ? ഗുജറാത്തിലെ ദരാസനയിലാണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ചോദ്യമാണ്. അതുപോലെ നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് നേതൃത്വം കൊടുത്ത വ്യക്തി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് നേതൃത്വം കൊടുത്ത വ്യക്തി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത് കുട്ടികളെ? അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര് കുട്ടികളെ? ഈ പറയുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നു. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പറഞ്ഞേ. ബീഹാർ ഗാന്ധി ആരാണ്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കാറുണ്ട്, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കാറുണ്ട്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് കേട്ട് കഴിഞ്ഞാല് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ എതിർത്തിട്ടുണ്ട്. അതായത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹം നമ്മുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? എതിർത്തിട്ടുണ്ട്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ 2 നേഷൻ തിയറി ആരാണ് മുന്നോട്ട് വെച്ചത്? പറഞ്ഞേ. 2 നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മുഹമ്മദ് അലി ജിന്നയാണ് അല്ലെ? 2 നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. അതിനെ ആര് എതിർത്തിട്ടുണ്ട്? ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിനെ എതിർത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ
ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? എതിർത്തിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. മൗണ്ട് ബാറ്റൺ പദ്ധതി, ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതിയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? എതിർത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ എതിർത്ത വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. മുസ്ലിം നേതാവായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ എതിർത്തിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തെ എതിർത്തിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി എതിർത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാൽ നമുക്ക് CPA എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചതാര്? പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയതാരെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആരാണ്? പാകിസ്ഥാൻ പ്രമേയം ദ്വിരാഷ്ട്ര സിദ്ധാന്തം ജിന്നയാണെങ്കിൽ പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയതാണെന്നാണ് ചോദ്യം. ആളുടെ പേര് സിക്കന്ദർ ഹയാത്ത് ഖാൻ അല്ലെ? സിക്കന്ദർ ഹയാത്ത് ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ? സിക്കന്ദർ ഹയാത്ത് ഖാൻ. ആ പേര് മറക്കണ്ട. സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ് പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് ജിന്നയാണെങ്കിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് സിക്കന്ദർ ഹയാത്ത് ഖാൻ എന്ന വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്ത് ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ച് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 1987 ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുകയുണ്ടായി? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് 1987 എന്ത് ലഭിക്കുകയുണ്ടായി കുട്ടികളെ? പറഞ്ഞേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് 1987 എന്ത് ലഭിക്കുകയുണ്ടായി? ഭാരതരത്ന പുരസ്കാരം ലഭിക്കുകയുണ്ടായി അല്ലേ? ഭാരതരത്ന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരു പാകിസ്ഥാൻ പൗരനാണ്. പാകിസ്ഥാൻ പൗരനായതുകൊണ്ട് തന്നെ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വിദേശി കൂടിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇദ്ദേഹം അന്തരിച്ച തീയതി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അന്തരിച്ച തീയതി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞേ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അന്തരിച്ച തീയതി 1988 ജനുവരി മാസം 20 അന്തരിക്കുന്നത് കേട്ടോ. 1988 ജനുവരി മാസം 20 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അന്തരിക്കുന്നത്. 1988 ജനുവരി മാസം 20 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ത് ചെയ്യുന്ന കുട്ടികളെ? അന്തരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം ആരംഭിച്ച ഒരു സംഘടന, അതായത് നമ്മുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തെ പത്താൻ വിഭാഗക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. ഏതാണത്? വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ പത്താൻ വിഭാഗക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഖുദായി ഖിദ്മത്ഗർ. എന്താ കുട്ടികളെ? ഖുദായി ഖിദ്മത്ഗർ കേട്ടോ. പത്താൻ വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഖുദായി ഖിദ്മത്ഗർ. ഈ ഖുദായി ഖിദ്മത്ഗർ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഖുദായി ഖിദ്മത്ഗറിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട്. എന്താണ് ആ പേര്? ഖുദായി ഖിദ്മത്ഗർ വേറൊരു പേരിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് ആ പേര്? ഖുദായി ഖിദ്മത്ഗർ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട്. എന്താണ് ആ പേര്? ചുവപ്പ് കുപ്പായക്കാർ. എന്താ കുട്ടികളെ? ചുവപ്പ് കുപ്പായക്കാർ. നിങ്ങൾ റഷ്യൻ വിപ്ലവം പഠിക്കുമ്പോൾ അവിടെ ചുവപ്പ് കുപ്പായക്കാർ വരുന്നുണ്ട്. അതല്ല, ചുവപ്പ് കുപ്പായക്കാർ. ഖുദായി ഖിദ്മത്ഗർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് കുട്ടികളെ? ചുവപ്പ് കുപ്പായക്കാർ. ഓക്കെ, ബ്ലറായോ? ഓക്കെ, അത് ഇപ്പൊ ഓക്കെ ആവോ? ഞാൻ പറയുന്ന കേട്ടിരുന്നാ മതി, സൗണ്ട് കേട്ടിരുന്നാ മതി. ഇപ്പൊ ഓക്കെ ആയിക്കോളും, അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. ചുവപ്പ് കുപ്പായക്കാർ കേട്ടോ, അതിപ്പോ ഓക്കെ ആയിക്കോളും, ക്ലിയർ ആണ്.
ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ബ്രൗൺ ഷർട്ട്സും ഉണ്ട്, ബ്ലാക്ക് ഷർട്ട്സും ഉണ്ട്. ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ ആരംഭിച്ചത് ആരാണ്? ബ്രൗൺ ഷർട്ട്സ് ആരംഭിച്ചത് ഹിറ്റ്ലർ ആണ് അല്ലെ? ഹിറ്റ്ലർ അല്ലേ? നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹിറ്റ് അടിക്കുന്ന പാറ്റയ്ക്കാണ്, ഹിറ്റ് അടിക്കുന്നത് പാറ്റയ്ക്കാണ്. ഹിറ്റുവാ എന്താ കൂട്ടുകാരനാടാ? ആരാ ഹിറ്റു എന്നൊക്കെ കമന്റ് ചെയ്യുന്നത്? ചില പേരെ കേട്ടാ വിളിക്കുന്ന ഹിറ്റ്ലറിന്. നമ്മൾ ഹിറ്റ് അടിക്കുന്നത് പാറ്റയ്ക്കാണ്. പാറ്റയുടെ കളർ ബ്രൗൺ ആണ്. അപ്പം ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലർ അല്ലേ? ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലർ. ഓക്കെ, ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലർ. ബ്ലാക്ക് ഷർട്ട്സ് ആരാ കുട്ടികളെ? ബ്ലാക്ക് ഷർട്ട്സ് ആരാ? ബ്ലാക്ക് ഷർട്ട്സ് ബെനിറ്റോ മുസോളിനി അല്ലേ? ബെനിറ്റോ മുസോളിനി ആണ് ബ്ലാക്ക് ഷർട്ട്സ്. ബ്ലാക്ക് ഷർട്ട്സ് അല്ലേ? ബ്ലാക്ക് ഷർട്ട്സ് ബെനിറ്റോ മുസോളിനി. ഓക്കെ, ഇത്ര ഒന്നുകൂടെ പറയണോ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ പ്രദേശത്ത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ, 2 നേഷൻ തിയറിയെ ഇദ്ദേഹം എതിർത്തു. ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം എന്ത് ചെയ്തു കുട്ടികളെ? എതിർത്തു. അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പദ്ധതിയും അദ്ദേഹം എന്ത് ചെയ്തു കുട്ടികളെ? എതിർത്തു. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു പോയിന്റ് മറക്കണ്ട. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയാണെങ്കിൽ പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് ആര് എന്ന് കേട്ടാൽ സിക്കന്ദർ ഹയത്ത് ഖാൻ. ആരാ കുട്ടികളെ? സിക്കന്ദർ ഹയത്ത് ഖാൻ ആണ് പാകിസ്ഥാൻ പ്രമേയം മുന്നോട്ട് വെച്ച വ്യക്തി. സിക്കന്ദർ ഹയത്ത് ഖാൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇദ്ദേഹം വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയില് പത്താൻ വിഭാഗക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവപ്പ് കുപ്പായക്കാർ എന്നാണ് ഖുദായ് ഖിദ്മത്ഗർ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ മറക്കരുത്, തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലറും ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കറുപ്പ് കുപ്പായക്കാർ മുസോളിനിയുമാണ്. ഹിറ്റ്, പാറ്റ, ബ്രൗൺ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ 1987 ഇന്ത്യ മഹാരാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിക്കുകയുണ്ടായി. അങ്ങനെ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വിദേശിയായിട്ട് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മാറി. 1988 ജനുവരി മാസം 20 പാകിസ്ഥാനിലെ പെഷവാറിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. ഇത്രയും പോയിന്റുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചോദിക്കും. മനസ്സിലായ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് ചോദിക്കും. ബീഹാർ ഗാന്ധിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാർ ഗാന്ധി എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. എല്ലാ പോയിന്റും മനസ്സിലായല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മുടെ ജൂലൈ മാസം 18 പിന്നെ ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ബാച്ച് ആണ്. ടോട്ടൽ ക്ലാസ് എല്ലാം ലൈവ് ആണ് വരുന്നത്. 379 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ, അതായത് ഒരാഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് മുമ്പേ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ജോയിൻ ചെയ്യുക പെട്ടെന്ന്. അടുത്ത സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ആരെന്നാണ് ചോദ്യം. അറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഏതെന്നാണ് ചോദ്യം കുട്ടികളെ. ഏതാണ്? ഓപ്പറേഷൻ വിജയ് ആണല്ലേ? ഓപ്പറേഷൻ വിജയ് ആണ്. ഓക്കെ, ഓപ്പറേഷൻ വിജയ് ആണ്. പോർച്ചുഗീസുകാര് ഗോവ വിട്ടുപോയ വർഷം ഒന്ന് കമന്റ് ചെയ്യാവോ? പുതിയ SCERT-യിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പോർച്ചുഗീസുകാര് ഗോവ വിട്ടുപോയ വർഷം ഒന്ന് കമന്റ് ചെയ്യാവോ?
ഏത് വർഷമാണ് പോർച്ചുഗീസുകാർ ഗോവ 1961 പോർച്ചുഗീസുകാർ ഗോവ വിട്ടു പോകുന്നത്? 1961 1961 നമുക്ക് ഗോവ വിമോചനം ചോദിക്കും. ഡിസംബർ മാസം 19 ഗോവ വിമോചന ദിനം അല്ലെ. 1961 ഡിസംബർ 19 ഗോവ വിമോചനം. അപ്പം പോർച്ചുഗീസുകാര് ഗോവയിൽ നിന്ന് ഓടിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഡേറ്റ് ഡിസംബർ 19. ഗോവ വിമോചനം ഡിസംബർ 19 ഓക്കെ അല്ലേ? ഈ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരെന്ന് പരീക്ഷയിൽ ചോദിക്കും. ഓപ്പറേഷൻ വിജയ് നടത്തുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രി നമ്മുടെ ജവഹർലാൽ നെഹ്റു, നമുക്കറിയാമല്ലോ. 47 മുതൽ 64 വരെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പ്രതിരോധ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ പ്രതിരോധ മന്ത്രി ആരാ? ഓപ്പറേഷൻ വിജയ് സമയത്തെ പ്രതിരോധ മന്ത്രി ഒരു മലയാളിയാണ്. ആരാണ് ആ പ്രതിരോധ മന്ത്രി? യെസ്, കറക്റ്റ് ആണ്. വി കെ കൃഷ്ണമേനോൻ. ആരാ കുട്ടികളെ? വി കെ കൃഷ്ണമേനോനാണ് ആ ഒരു പ്രതിരോധ മന്ത്രി. ഓക്കെ അല്ലെ? ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആ സമയത്ത് പ്രതിരോധ മന്ത്രി ആണെന്ന് കേട്ട് കഴിഞ്ഞാല് വി കെ കൃഷ്ണമേനോൻ. ഓക്കെ, അപ്പൊ ഗോവ വിമോചന ഓപ്പറേഷൻ വിജയ് ആണ്. 1961 ഡിസംബർ 19 ഗോവ വിമോചന ദിനം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, വി കെ കൃഷ്ണമേനോനാണ് എന്ത് കുട്ടികളെ ഈ പറയുന്ന എന്ത് ഓപ്പറേഷൻ വിജയ് സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഓക്കെ അല്ലേ? ഈ വീണ്ടും ബ്രദറായ ഈ ഗോവ എപ്പോഴാണ് പോർച്ചുഗീസുകാര് പിടിച്ചെടുത്തത്? ഗോവ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഗോവ പോർച്ചുഗീസുകാര് എപ്പോഴാണ് പിടിച്ചെടുക്കുന്നതെന്ന ചോദ്യം. അല്ലേ 1510 അത് പരീക്ഷ ചോദിക്കും കേട്ടോ. 1510 ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്നത് 1510 ആ സമയത്ത് പോർച്ചുഗീസ് വൈസ്രോയി ആരാ? ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്ന സമയത്ത് പോർച്ചുഗീസ് വൈസ്രോയി, നമ്മളത് റിവിഷൻ ചെയ്തതാണ്, അൽബുക്കർക്കാണ് അല്ലെ? അൽബുക്കർക്കാണ് വൈസ്രോയി അല്ലെ? അൽബുക്കർക്കാണ് 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആരാണ് പോർച്ചുഗീസ് വൈസ്രോയി എന്ന് കേട്ട് കഴിഞ്ഞാല് അൽബുക്കർക്കാണ് വൈസ്രോയി. ഓക്കെ അല്ലേ? ഇനി ഓപ്പറേഷൻ വിജയെ കുറിച്ച് നിങ്ങൾക്ക് ഓപ്പറേഷൻ വിജയ് എന്ന പേരില് വേറെ എന്തെങ്കിലും കാര്യം അറിയോ നിങ്ങൾക്ക്? ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ വേറെ എന്തെങ്കിലും കാര്യം അറിയോ? പറയേ. 1999 കാർഗിൽ യുദ്ധം അല്ലെ? 1999 കാർഗിൽ യുദ്ധത്തിൽ നടപ്പിലാക്കിയ സൈനിക നടപടിയുടെ പേരും എന്താണ് കുട്ടികളെ? 1999 നടപ്പിലാക്കിയ കാർഗിൽ യുദ്ധത്തിൽ നടപ്പിലാക്കിയ സൈനിക നടപടിയുടെ പേരും എന്താണ്? ഓപ്പറേഷൻ വിജയ് ആണ്. ഓക്കെ അല്ലേ? പക്ഷേ നമുക്ക് വേറൊരു ചോദ്യം PSC നമ്മളെ പറ്റിച്ചിട്ടുണ്ട് അല്ലെ? വേറൊരു ഓപ്ഷൻ നമുക്ക് PSC നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അതായത് വേറൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ഈ 99 കാർഗിൽ യുദ്ധത്തില് ഇന്ത്യയുടെ വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് കേട്ടോ. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് കേട്ടോ. വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താ കുട്ടികളെ? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേര്, സഫേദ് സാഗർ. അപ്പൊ 99 കാർഗിൽ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. എന്നാൽ വ്യോമസേന ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് കേട്ടോ. വ്യോമസേന ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ
ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് വ്യോമസേനയുടെ ഓപ്പറേഷന്റെ പേര്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇത്രയും മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് എല്ലാം കിട്ടിയല്ലോ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? പറ കുട്ടികളെ. കിട്ടി. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തുവാ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തുവാ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തുവാ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാല് 1984 പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രം. 1984 പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രം. 1984 പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തില് ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടിക്കാനായി നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. മനസ്സിലായോ? 1984 പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടിക്കാനായിട്ട് നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇന്ദിരാഗാന്ധിയായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്നാണ് സിഖുകാര് ഇന്ദിരാഗാന്ധിക്കെതിരെ ഗൂഢാലോചന നടത്തുകയും വധിക്കുകയും ചെയ്തത് കേട്ടോ. 1984 സുവർണ ക്ഷേത്രത്തിലെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടിക്കാനായിട്ട് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം നടന്ന സൈനിക നടപടിയാണ് കുട്ടികളെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ശരി, ഓപ്പറേഷൻ ഗംഗ എന്താണ്? ഓപ്പറേഷൻ ഗംഗ എന്താണ്? ഓപ്പറേഷൻ ഗംഗ 2022 ഓപ്പറേഷൻ ഗംഗ. എന്താണ് ഓപ്പറേഷൻ ഗംഗ? നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് കുട്ടികളെ ഓപ്പറേഷൻ ഗംഗ. ഓക്കെ, നിങ്ങൾ ഈ പുരാണത്തിലൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചിരുന്ന യുക്രൈൻ രക്ഷാപ്രവർത്തനമാണ് ഗംഗ എന്ന് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചിരുന്ന കേട്ടോ. അതായത് നമ്മള് പുരാണ കഥയൊക്കെ പറയുമ്പോ ഇങ്ങനെ പറയൂല്ലേ, ഗംഗ ഉഗ്രരൂപിണിയായി മാറി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഗംഗ കോപം കൊണ്ട് ഉഗ്രരൂപിണിയായി മാറി എന്നൊക്കെ നമ്മൾ പുരാണത്തിലൊക്കെ പറയും. പുരാണ സീരിയലൊക്കെ കാണണമെങ്കിൽ അറിയാം. ഓക്കെ അല്ലേ? ഇപ്പൊ പുരാണ സീരിയലൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കുറെ അലിമ്പ് മറ്റേ മേക്കപ്പ് സീരിയൽ മാത്രമേ ഉള്ളൂ. ഉഗ്രരൂപിണി, ഗംഗ ഉഗ്രരൂപിണിയായി മാറി. അപ്പം ഓപ്പറേഷൻ ഗംഗ ഉക്രൈൻ. ഓക്കെ അല്ലേ? ഗംഗ ഉഗ്രരൂപിണി എന്ന് ഓർത്ത് വെച്ചിരുന്ന ഗംഗ ഉഗ്രരൂപിണി. അപ്പൊ ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നടപടിയുടെ പേര്, രക്ഷാപ്രവർത്തനത്തിന്റെ പേര് എന്താ കുട്ടികളെ? ഓപ്പറേഷൻ ഗംഗ എന്നാണ്. ഓപ്പറേഷൻ ഗംഗ എന്നതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പേര്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി ഒരു മസ്റ്റ് ചോദ്യമാണ്. നിങ്ങൾ സിലബസിൽ തന്നെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്, സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി എന്നുള്ള കാര്യം. എല്ലാവർക്കും അറിയാം, സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റിയുടെ ചെയർമാൻ ഫസൽ അലിയാണ് അല്ലെ? ഫസൽ അലിയാണ്. 1953 ഡിസംബറിൽ കമ്മിറ്റി ഫോം ചെയ്യുന്നു. 3 അംഗ കമ്മിറ്റി. ഫസൽ അലി ചെയർമാൻ, ഹൃദയനാഥ് കുൻസ്രു അംഗം. ഓക്കെ, സർദാർ കെ എം പണിക്കർ അംഗം. 1955 റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ തുടർന്ന് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം. ആ നിയമത്തെ തുടർന്ന് 14 സംസ്ഥാനങ്ങള് 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു. ഇത്രയും പോയിന്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ
എന്തിനു വേണ്ടിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കാൻ, സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കാൻ. ചെയർമാൻ ഫസൽ അലി ആയതുകൊണ്ട് ഈ കമ്മീഷനെ ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ചെയർമാൻ ഫസൽ അലി ആയതുകൊണ്ട് ഈ കമ്മീഷൻ എന്തും അറിയപ്പെടുന്നു കുട്ടികളെ? ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഫസൽ അലി ആയതുകൊണ്ട് കമ്മീഷനെ ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ. 53 ഡിസംബറിൽ ഫോം ചെയ്യുന്നു. 3 അംഗ കമ്മിറ്റി. ഫസൽ അലി ചെയർമാൻ, ഹൃദയനാഥ് കുൻസ്രോ അംഗം, സർദാർ KM പണിക്കർ അതിൽ അംഗം. 55 റിപ്പോർട്ട്. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം. ആ നിയമത്തെ തുടർന്ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ലക്ഷ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണമാണ് ലക്ഷ്യം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണോ? കിട്ടിയല്ലോ എല്ലാ പോയിന്റും? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? അതൊക്കെ എപ്പോഴെപ്പോഴും ചോദിച്ചു നിങ്ങൾക്ക് അറിയാം, നല്ല അറിയാവുന്ന പോയിന്റ്സ് ആയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് കേട്ടോ. കിട്ടിയല്ലോ? എല്ലാവർക്കും കിട്ടിയല്ലോ? കിട്ടി? വേണ്ട. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 21. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച രാജാവാരെന്നാണ് ചോദ്യം. അവകാശ പത്രിക. നിങ്ങളെ ഈ സിലബസില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിലബസില് വേൾഡ് ഹിസ്റ്ററി പറയുന്നില്ല. ഏതിലാണ്? 10th പ്രിലിംസിന്റെ സിലബസില് വേൾഡ് ഹിസ്റ്ററി പറയുന്നില്ല. എന്നിരുന്നാൽ പോലും വേൾഡ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും കുട്ടികളെ? ചോദിക്കും കേട്ടോ. വേൾഡ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത്തരത്തിൽ വന്നൊരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? അവകാശ പത്രിക, അതിന്റെ ഇംഗ്ലീഷ് ആണ് പിള്ളേരെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയും. എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയും? എന്താണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ്, അവകാശ പത്രിക അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണ്? ബി ആണോ? എല്ലാവർക്കും എങ്ങനെ ബി വന്നു? ബിൽ ഓഫ് റൈറ്റ്സ് അത് മാഗ്ന കാർട്ടയുടെ, നിനക്കൊക്കെ വയ്യയുടെ. ഇത് ബിൽ ഓഫ് റൈറ്റ്സ് അടേ. ബിൽ ഓഫ് റൈറ്റ്സ് അവകാശ പത്രിക, അത് മാഗ്ന കാർട്ട, അത് വേറെ ഇത് വേറെ. ഓക്കെ അല്ലേ? രണ്ട് ചോദ്യമാണ്. ബിൽ ഓഫ് റൈറ്റ്സ് നമ്മുടെ രക്തരഹിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. രക്തരഹിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് 1689 ആരൊപ്പുവെച്ചത്? വില്യംസ് മൂന്നാമൻ ഒപ്പുവെച്ചത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. രാജാവിന്റെ പരമാധികാരം പരിമിതപ്പെടുത്തുകയും പാർലമെന്റിന് കൂടുതൽ അധികാരം നൽകുകയും ചെയ്തു. കേട്ടോ, എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ പത്രിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജാവിന്റെ പരമാധികാരത്തെ പരിമിതപ്പെടുത്തി എന്നിട്ട് ആർക്ക്? പാർലമെന്റിന്റെ അധികാരങ്ങൾ കൂടുതലാക്കുകയും ചെയ്തു. ആ ഒരു നടപടിക്രമത്തെയാണ് എന്ത് പറയുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ പത്രിക എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വില്യംസ് മൂന്നാമനാണ് ആൻസർ. അപ്പൊ ബിൽ ഓഫ് റൈറ്റ്സ് രക്തരഹിത വിപ്ലവവുമായി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവയ്ക്കുന്നത്. വില്യംസ് മൂന്നാമനാണ് ഒപ്പുവയ്ക്കുന്നത്. രാജാവിന്റെ പരമാധികാരം പരിമിതപ്പെടുത്തുകയും പാർലമെന്റിന് കൂടുതൽ അധികാരം ചെയ്തതുമായിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നത്
ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? വളരെ മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ഓക്കെ, വീണ്ടും ബ്ലർ ആണ്. ശരി, നോക്കിക്കോ. എടാ, അത് ബ്ലർ ആവണമെങ്കിൽ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കൽപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഓക്കെ, ഇതാണ് ചോദ്യം. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. അതായത് ഭരണകൂടത്തിനായിക്കോട്ടെ രാഷ്ട്രത്തിനായിക്കോട്ടെ അവയെ സൃഷ്ടിക്കുകയും, അത് ഭരണകൂടത്തെ സൃഷ്ടിക്കുകയും രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന, അവയ്ക്ക് കീഴിൽ സൃഷ്ടിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കൽപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന് ഉയർന്നു വന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ്, അല്ലെ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു ആശയം മനസ്സിലാക്കുക. അതായത് ഭരണകൂടത്തിനായാലും രാഷ്ട്രത്തിനായാലും അവയെ സൃഷ്ടിക്കുകയും ആ ഒരു ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്ന വാക്ക് വന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്താണ്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറയാമോ? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോഴേ ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജനങ്ങൾ, അതായത് ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. ഭൂപ്രദേശം ഒരു അടിസ്ഥാന ഘടകമാണ്, ജനങ്ങൾ ഒരു അടിസ്ഥാന ഘടകമാണ്. ഓക്കെ, വേറെന്തെങ്കിലും അടിസ്ഥാന ഘടകമുണ്ടോ? പരമാധികാരം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ഭൂപ്രദേശം, ജനങ്ങൾ, പരമാധികാരം എന്നിവ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്തൊക്കെ കുട്ടികളെ? 1 ഭൂപ്രദേശം, 2 ജനങ്ങൾ, 3 പരമാധികാരം. ഇതൊക്കെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജനാധിപത്യം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണോ? നിങ്ങൾക്ക് ഇത് ചോദിച്ചപ്പോഴൊക്കെ ഓപ്ഷനിൽ വന്നിട്ടുള്ള സാധനമാണ് ജനാധിപത്യം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണോ കുട്ടികളെ? പറഞ്ഞേ, ജനാധിപത്യം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണോ? അല്ല, ജനാധിപത്യം ഘടകമല്ല. ഓക്കെ, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്നോ പാർലമെന്ററി ഭരണരീതി എന്നോ അങ്ങനെ ഒന്ന് ചോദിച്ചാലും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമല്ല. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഭൂപ്രദേശവും ജനങ്ങളും പരമാധികാരവുമാണ്. എന്താണ് കുട്ടികളെ പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് പറയാവോ? എന്താണ് പരമാധികാരം? എന്തെന്ന് പറയാവോ? പരമാധികാരം അതായത് നമ്മുടെ രാഷ്ട്രത്തിനുള്ളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ നമ്മളെ ഒരു പരമാധികാര രാഷ്ട്രമായി കണക്കാക്കുന്നു. മനസ്സിലായ? നമ്മുടെ രാഷ്ട്രത്തിനുള്ളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഓക്കെ, 1947 വരെ
ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമല്ലായിരുന്നു. ആൻസർ വെച്ച് ലേറ്റ് ആവും. സാറിനെ കേട്ട് എന്നോട് ആൻസർ നോക്കാം. എന്നിട്ട് നീ ഇവിടെ പരീക്ഷ എടുത്തേ. ഓക്കെ. നമ്മുടെ രാഷ്ട്രത്തില് നമ്മുടെ രാഷ്ട്രം 1947 വരെ നമ്മുടെ രാഷ്ട്രം ഒരു പരമാധികാര രാഷ്ട്രമല്ല. 1947 വരെ നമ്മുടെ രാഷ്ട്രം ഒരു പരമാധികാര രാഷ്ട്രമല്ല. കാരണം നമ്മുടെ രാഷ്ട്രത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മുടെ ഇന്ത്യ പരമാധികാര രാഷ്ട്രമല്ലായിരുന്നു. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. തുടർന്ന് നമ്മളൊരു പരമാധികാര രാഷ്ട്രമായി മാറി. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യ പരമാധികാര രാഷ്ട്രം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു പോയിന്റ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറുന്നത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറുന്നത് ഓക്കെ അല്ലേ? അതുപോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറുന്നത് എപ്പോഴെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് 1950 ജനുവരി 26 കേട്ടോ. അതായത് ഔദ്യോഗികമായി ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത്, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറിയത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറിയത് അത് എപ്പോഴെന്ന് കേട്ടാൽ 1950 ജനുവരി 26 കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളൊരു പരമാധികാര രാഷ്ട്രമാണ്, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, നമ്മൾ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് പറയുന്നത് 1950 ജനുവരി 26 നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത്. 1947 ഓഗസ്റ്റ് 15 എന്നാൽ ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറിയത് 1950 ജനുവരി 26 അപ്പൊ ഈ പോയിന്റുകൾ മറക്കണ്ട. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഭൂപ്രദേശം, ജനങ്ങൾ, പരമാധികാരം എന്നിവയാണ്. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ് കുട്ടികളെ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? എത്ര? ശരി, ഓക്കെ. ഒരു മിനിറ്റ് ഡൗട്ടൊന്ന് ചോദിച്ചേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ്. എടാ പറയുന്നതിന് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്ന ഓക്കെ ഏറ്റവും കൂടുതൽ പട്ടണം മനസ്സിലായില്ല. തൃശ്ശൂർ നോക്കിട്ട് പറയാം. ഓക്കെ, ശരി. പിന്നെ നിങ്ങൾക്ക് പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുള്ള, പക്ഷെ +2 പ്രിലിംസിനാണ്, 10th പ്രിലിംസ് ചോദിച്ചിട്ടില്ല, ഒരു കൊട്ടേഷൻ ഉണ്ട്. അതായത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ആർക്കും അവകാശമില്ല, അല്ലെങ്കിൽ ആർക്കും അധികാരമില്ല. ഓക്കെ, അത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജോൺ ലോക്കിന്റെ വാചകങ്ങളാണ് അല്ലേ? ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്,
അതിനെ ഹനിക്കാൻ ആർക്കും അധികാരമില്ല. ഓക്കെ, ജോൺ ലോക്കിന്റെ വാക്കാണ് കേട്ടോ, ജോൺ ലോക്ക്. അപ്പൊ ഹനിക്കാൻ, ലോക്ക് ചെയ്യാൻ, മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ലോക്ക് ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. ജോൺ ലോക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ജനങ്ങളാണ് പരമാധികാരി, ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതാരാ? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതാരാ? നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ജനങ്ങളാണ് പരമാധികാരി, അതാരാ പറഞ്ഞേ? ജനങ്ങളാണ് പരമാധികാരി. കമന്റ് ചെയ്ത ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതാരാ? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് ആരാ കുട്ടികളെ? റൂസോയാണ് അല്ലെ? റൂസോയാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത്. ആരാണ്? റൂസോയാണ് പറഞ്ഞത് ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടങ്ങളിലും ചങ്ങലയിലാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാ? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാ? തോമസ് പെയിൻ ഒന്നും അല്ല കുട്ടികളെ. ഇതൊക്കെ ഈസി. നിങ്ങൾ ഇതെന്തോ ഇങ്ങനെ തെറ്റിച്ച് പറയുന്നേ? ഇതൊക്കെ ആലോചിച്ച് ഉത്തരം പറ. റൂസോ ആണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സോറി ശക്തിമാൻ. അതെ, സോറി സാർ പറയുമ്പം എനിക്ക് മറ്റേ സോറി ശക്തിമാൻ ഓർമ്മയാണ്. പണ്ട് ശക്തിമാൻ മറ്റേ പിള്ളേരെ രക്ഷിച്ചിട്ട് വഴക്ക് പറയുമ്പോ പിള്ളേര് പറയല്ലോ സോറി ശക്തിമാൻ. സോറി പാടണ തെറ്റിച്ചോ നിങ്ങള്? ഫ്രഞ്ച് വിപ്ലവം അല്ലെ? റൂസോ ഫ്രഞ്ച് വിപ്ലവമാണ്. ഓക്കെ അല്ലെ? തോമസ് പെയിൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. തോമസ് പെയിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് പെയിൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര എന്ന് ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതാണ് തോമസ് പെയിൻ. മനസ്സിലായ? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര, വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിനെയും, ഓക്കെ, ഇനി ഈ വൻകര എന്ന് ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കയുമാണ്. അപ്പം അടിമപ്പെട്ട് കഴിയുക അല്ലെങ്കിൽ കീഴടങ്ങി കഴിയുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തത്, നമ്മൾ മറ്റൊരാൾക്ക് കീഴടങ്ങി കഴിയുന്നത് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേടാ. നമ്മൾ മറ്റൊരാൾക്ക് കീഴടങ്ങി കഴിയുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇത് നമ്മൾ അംഗീകരിച്ച്, അവരുടെ ആധിപത്യം അംഗീകരിച്ച് നമ്മൾ കഴിയുന്നത് പെയിൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അടിമപ്പെട്ട് കഴിയുന്നത് പെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ കീഴടങ്ങി കഴിയുന്നത് പെയിൻ ഉണ്ടാക്കുന്ന കാര്യമെന്ന് ഓർത്താൽ മതി. അപ്പൊ തോമസ് പെയിൻ ആരാ കുട്ടികളെ? തോമസ് പെയിൻ പറഞ്ഞ കാര്യമാണത്. ഓക്കെ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ അതിനെ ഹനിക്കാൻ ലോക്ക് ചെയ്യാൻ. ജോൺ ലോക്ക്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ജനങ്ങളാണ് പരമാധികാരി. റൂസോ, ഫ്രഞ്ച് വിപ്ലവം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യർ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണ്. റൂസോ, ഫ്രഞ്ച് വിപ്ലവം. തെറ്റല്ലേ? സെറ്റാണ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? കമന്റ് ചെയ്തേ. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാ കുട്ടികളെ? അത് ചമ്പാരൻ സത്യാഗ്രഹം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ശിശു ഫിസിക്കലിന് പോയി തുടങ്ങിയ നീ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആയിട്ട് നിനക്ക് കേട്ടാ? എവിടെ നമ്മളെ പ്രശ്നമുള്ള ജയിൽ ഏതാണ്? നമ്മുടെ കണ്ണൂർ ജയിലില്ലേ, നമ്മളെ കൊടിസുരി ടീമാ കിടക്കുന്ന അവിടെ തന്നെ കിട്ടും നിനക്ക്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന ചോദ്യം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ജവഹർലാൽ നെഹ്റുവാണ്. പിള്ളേരെ 1929 ലാഹോർ സമ്മേളനമാണെങ്കിൽ 1928 എവിടെയായിരുന്നു സമ്മേളനം? പറഞ്ഞേ. 1928 കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? 1928 കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഏതാണ്? പറഞ്ഞേ. മോശം. 1928 കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം. 1928 കോൺഗ്രസ് സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത സമ്മേളനം. കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനായിരുന്ന മോത്തിലാൽ നെഹ്റു ആണ്. അതായത് 28 അച്ഛൻ മോത്തിലാൽ നെഹ്റു, 29 മകൻ ജവഹർലാൽ നെഹ്റു. 28 കൊൽക്കത്ത മോത്തിലാൽ നെഹ്റു. ഈ സമ്മേളനത്തെ തുടർന്ന് മോത്തിലാൽ നെഹ്റുവും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് എന്ത് അവതരിപ്പിക്കുകയുണ്ടായി? 1928 കൊൽക്കത്ത സമ്മേളനത്തെ തുടർന്ന് മോത്തിലാൽ നെഹ്റുവും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് എന്ത് അവതരിപ്പിക്കുകയുണ്ടായി? ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? 1928 മോത്തിലാൽ നെഹ്റുവും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് ഭരണഘടനയുടെ കരട് അവതരിപ്പിക്കുന്നു. അതിനെ നമ്മൾ നെഹ്റു റിപ്പോർട്ട് എന്നും വിളിക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു കുട്ടികളെ? നെഹ്റു റിപ്പോർട്ട് എന്നും വിളിക്കുന്നു. അതായത് നമുക്ക് 29 സമ്മേളനം മാത്രമല്ല ഇമ്പോർട്ടന്റ്. 29 ലാഹോർ സമ്മേളനം മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അതുപോലെ 28 പഠിക്കണം. 28 സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്. ഓക്കെ. ആ കൊൽക്കത്ത സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനായിരുന്ന മോത്തിലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഈ സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കളും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ഭരണഘടനയുടെ കരട് രേഖ അവതരിപ്പിക്കുകയുണ്ടായി. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ചോദിക്കും, ഇന്ത്യയിൽ ഒരു പൗരന് ലഭിക്കാവുന്ന അവകാശങ്ങളുടെ പട്ടിക അവതരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ 3 രീതി ചോദിക്കും. ഭരണഘടനയുടെ കരട് രേഖ എന്ന് ചോദിക്കും, അവകാശങ്ങളുടെ പട്ടിക എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ചോദിക്കും നെഹ്റു റിപ്പോർട്ട് എന്ന് ചോദിക്കും. അത് 3 ചോദിച്ചാലും 1928 മോത്തിലാൽ നെഹ്റു കൊൽക്കത്ത സമ്മേളനം. ഓക്കെ അല്ലേ? ഒന്നുകിൽ അവകാശങ്ങളുടെ പട്ടിക, ഒരു പൗരന് ലഭിക്കാവുന്ന അവകാശങ്ങളുടെ പട്ടിക എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ട് എന്ന് ചോദിക്കും, അതുമല്ലെങ്കിൽ ഭരണഘടനയുടെ കരട് രേഖ എന്ന് ചോദിക്കും. ഓക്കെ അല്ലേ? ക്ലിയറാണ്. 28 മാത്രമല്ല പിള്ളേരെ, 27 സമ്മേളനവും ഇമ്പോർട്ടന്റ് ആണ്. 1927 സമ്മേളനം നടന്ന സ്ഥലവും അധ്യക്ഷനും പറഞ്ഞേ. 27 സമ്മേളനം നടന്ന സ്ഥലവും അധ്യക്ഷനും പറഞ്ഞേ. ആ 27 സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ചാണ്. ആരാണ് അധ്യക്ഷൻ? മദ്രാസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ്? പറ കുട്ടികളെ. അധ്യക്ഷൻ എം.എ. അൻസാരി. 27 മദ്രാസ് സമ്മേളനത്തില് എം.എ. അൻസാരി. എന്താണ് പ്രത്യേകത? എന്താണ് കുട്ടികളുടെ പ്രത്യേകത? എം.എ. അൻസാരിയുടെ പ്രത്യേകത എന്താണ്? എം.എ. അൻസാരിയുടെ പ്രത്യേകത എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ, അദ്ദേഹമാണ് മുസ്ലിം ലീഗിന്റെയും അതുപോലെ INC-യുടെയും അധ്യക്ഷനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി. മുസ്ലിം ലീഗിന്റെയും INC-യുടെയും അധ്യക്ഷനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ആരാ കുട്ടികളെ? INC-യുടെയും മുസ്ലിം ലീഗിന്റെയും അധ്യക്ഷനായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ആര്? എം.എ. അൻസാരി. ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ നിങ്ങൾക്ക് അറിയാം. ആരെന്നറിയോ? ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഉണ്ട് കുട്ടികളെ. ആ ബന്ധുവിനെ നിങ്ങൾക്ക് അറിയോ?
പറയോ? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാണ്? ഹമീദ് അൻസാരി. ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ഹമീദ് അൻസാരി. ഹമീദ് അൻസാരി ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ്, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഹമീദ് അൻസാരി ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ആയിരുന്നു? പറഞ്ഞേ, ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ആയിരുന്നു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി? ഹമീദ് അൻസാരി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു ഹമീദ് അൻസാരി? ഉപരാഷ്ട്രപതി, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാ കുട്ടികളെ? ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി 2022 മുതൽ ഉപരാഷ്ട്രപതി ആയത് ജഗദീപ് ധൻഖർ ആണല്ലേ? ജഗദീപ് ധൻഖർ ആണ് 2022 മുതൽ ഉപരാഷ്ട്രപതി ആയത് ആരാ കുട്ടികളെ? ജഗദീപ് ധൻഖർ ആണല്ലേ? ജഗദീപ് ധൻഖർ ആണ്. ഓക്കെ. ജഗദീപ് ധൻഖർ രാജിവെച്ചതിന് ശേഷം ഇപ്പൊ ആരാണ്? ഇപ്പൊ സി പി രാധാകൃഷ്ണൻ. ഇപ്പൊ ആരാണ്? സി പി രാധാകൃഷ്ണൻ. 2022 ജഗദീപ് ധൻഖർ രാഷ്ട്രപതിയാകുന്നു. ഇപ്പൊ ആരാണ് കുട്ടികളെ? സി പി രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി. 2017 മുതൽ 2022 വരെ ആരായിരുന്നു ഉപരാഷ്ട്രപതി? 2017 മുതൽ 2022 വരെ ആരായിരുന്നു ഉപരാഷ്ട്രപതി? 5 വർഷമാണല്ലോ ഉപരാഷ്ട്രപതിയുടെ കാലാവധി. 2017 മുതൽ 2022 വരെ ആരായിരുന്നു ഉപരാഷ്ട്രപതി? പറഞ്ഞേ. ഈ പിള്ളേരൊക്കെ നിങ്ങൾ എന്താണ് 2017 മുതൽ 2022 വരെ നിങ്ങൾ ആരും ജീവിച്ചിരുന്നിട്ടില്ലായിരുന്ന? ഇത്രയും വലിയൊരു പദവിയിൽ ഇരുന്ന് PSC പഠിക്കുന്ന വെങ്കയ്യ നായിഡു. വഴക്ക് പറയുന്നത് നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, രണ്ടത് വഴക്ക് പറയാൻ വേണ്ടി വന്നതാണ്. വെങ്കയ്യ നായിഡു. ആരാണ് വെങ്കയ്യ നായിഡു? 2017 മുതൽ 2022 വരെ ഉപരാഷ്ട്രപതി ആയിരുന്നത് വെങ്കയ്യ നായിഡു. അങ്ങനെയാണെങ്കിൽ 2012 മുതൽ 2017 വരെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? 2007 മുതൽ 2012 വരെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? പറഞ്ഞേ. 2012 മുതൽ 2017 വരെ ആരായിരുന്നു? 7 മുതൽ 12 വരെ ആരായിരുന്നു? 2007 മുതൽ 2017 വരെയുള്ള 10 വർഷങ്ങൾ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? ഹമീദ് അൻസാരി. ആരാണ്? ഹമീദ് അൻസാരി. 2007 മുതൽ 2017 വരെ 2007 മുതൽ 2017 വരെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? ഹമീദ് അൻസാരി. മുഹമ്മദ് ഹമീദ് അൻസാരി. അദ്ദേഹം MA അൻസാരിയുടെ കുടുംബത്തിലെ അംഗമാണ്. ഓക്കെ അല്ലേ? ആണ്. ശരി, അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. 1927 മദ്രാസ് MA അൻസാരി മുസ്ലിം ലീഗിന്റെയും INC-യുടെയും അധ്യക്ഷനാകുന്ന ഒരേ ഒരു വ്യക്തിയാണ് ആര് കുട്ടികളെ? ഹമീദ് അൻസാരി. ഓക്കെ, ഹമീദ് അൻസാരി അല്ല, MA അൻസാരി. ഓക്കെ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം, ബംഗാൾ പാർട്ടീഷൻ, ബംഗാൾ വിഭജനം. ആ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു അല്ലെ? കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. ആരാ? കഴ്സൺ പ്രഭു ആണ് അല്ലെ? ഓക്കെ. ഈ ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാരുടെ ഏത് നയത്തിന്റെ നടപ്പിലാക്കലായിരുന്നു? അല്ലെങ്കിൽ ഏത് നയം നടപ്പിലാക്കുന്നതിലൂടെയാണ് അവർ ബംഗാൾ വിഭജനം നടത്തിയത്? ഏത് നയം പറയാവോ? ഏത് നയമാണ് ബംഗാൾ വിഭജനത്തിലൂടെ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്? ഏത് പോളിസി അവരുടെ? ആലോചിക്കുകയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ? ഡിവൈഡ് ആൻഡ് റൂൾ. ഭിന്നിപ്പിച്ച് ഭരിക്കുക. നിങ്ങൾക്ക് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില്
ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നു. 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അപ്പൊ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയെ അവർ വിചാരിക്കുന്നത് പോലെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴ് അവര് കൊണ്ടുവന്ന ഒരു ആശയമാണ് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആശയം നടപ്പിലാക്കിയ ഒരു പ്രവർത്തനമാണ് ഏത് കുട്ടികളെ? ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്, ബംഗാൾ പാർട്ടീഷൻ. ഇവരുടെ അടിസ്ഥാന ഉദ്ദേശം ഇതാണെന്ന് ദേശീയ നേതാക്കൾ മനസ്സിലാക്കിയോ ഇല്ലെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം, ബംഗാൾ വിഭജനം കൊണ്ട് ബ്രിട്ടീഷുകാർ ഉദ്ദേശിക്കുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് എന്ന കാര്യം ഇവിടുത്തെ ദേശീയ നേതാക്കൾ മനസ്സിലാക്കിയോ ഇല്ല എന്നൊരു ചോദ്യമുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ചോദ്യമാണ് വന്നത്. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം എന്ത് ചെയ്തു കുട്ടികളെ? ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം ഇതാണെന്ന് ഇവിടുത്തെ ദേശീയ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇവിടുത്തെ ദേശീയ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ വേറൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മിതവാദി കാലഘട്ടം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മിതവാദി കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ് മിതവാദി കാലഘട്ടം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് മിതവാദി കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ്? പറഞ്ഞേ, മിതവാദി കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ്? കുട്ടികളെ, മിതവാദി കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ്? 1885 മുതൽ 1905 വരെയാണ്. 1885 മുതൽ 1905 വരെയാണ് മിതവാദി. 907 ആണെങ്കിൽ 907 മിതവാദികളും തീവ്രവാദികളും പിരിയുകയല്ലേ ചെയ്തത്? ഇരിക്കട്ടെ അതിനേക്കാൾ. മിതവാദികളും തീവ്രവാദികളും പിരിയാണ്. അപ്പം പിരിഞ്ഞിട്ടാണ് അവര് തീവ്രവാദ രൂപം കൊള്ളുന്നത്? അല്ലല്ല. ഈ ബംഗാൾ വിഭജനത്തോടെയാണ് ഈ പറയുന്ന മിതവാദ കാലഘട്ടത്തിൽ നിന്ന് തീവ്രവാദ ചിന്തയിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ എന്ത് ചെയ്യുന്നത്? വ്യതിചലിക്കുന്നത്. മനസ്സിലായി? അപ്പം മിതവാദി കാലഘട്ടം ചോദിച്ചാൽ 1885 1905 ആണ്. മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞത് ചോദിച്ചാൽ 1907 സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും പിരിയുന്നത്. 1907 സൂററ്റ് സമ്മേളനത്തിൽ. മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നതോ? പറ. മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നതോ? അത് 1916 ലക്നൗ സമ്മേളനം. ഒന്നിക്കുന്നത് 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഒന്നിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി എന്ന് പറഞ്ഞേ. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി. വളരെ 1905 കഴ്സൺ പ്രഭുവാണ്. 1905 ജൂലൈ 20 പ്രഖ്യാപിക്കുന്നു. ഓക്കെ. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി എന്ന് പറഞ്ഞേ. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി എന്ന് പറഞ്ഞേ. ബംഗാൾ നിലവിൽ വന്ന തീയതി എന്ന് പറഞ്ഞേ. നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. കഴ്സൺ പ്രഭു അല്ലേ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നടത്തിയത്? എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ കഴ്സൺ പ്രഭു ആയിരുന്നോ വൈസ്രോയി? പറ, കഴ്സൺ പ്രഭു ആയിരുന്നോ വൈസ്രോയി? ബംഗാൾ വിഭജനം നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ വരുമ്പോൾ നടപ്പിലാക്കിയതാരെന്നോ നടത്തിയതാരെന്നൊക്കെ ചോദിച്ചാൽ, പ്രഖ്യാപിച്ചതാരെന്നൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണ്? കഴ്സൺ പ്രഭു തന്നെയാണ്. എന്നാൽ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ
1905 ഒക്ടോബർ 16 നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് മിന്റോ സെക്കൻഡ് അല്ലെ? മിന്റോ സെക്കൻഡ് ആണ് ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ വരുമ്പോൾ വൈസ്രോയി. നടത്തിയതാരെന്നോ പ്രഖ്യാപിച്ചതാരെന്നോ എങ്ക ചോദിച്ചാൽ ആരാ കുട്ടികളെ? അത് കഴ്സൺ തന്നെയാണ്. പക്ഷെ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആണെന്ന് ചോദിച്ചാൽ മാത്രം, നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആണെന്ന് ചോദിച്ചാൽ മാത്രം മിന്റോ സെക്കൻഡ്. എന്നിട്ട് ബംഗാൾ വിഭജനം, നമ്മുടെ പശ്ചിമ ബംഗാൾ എന്നും പൂർവ്വ ബംഗാൾ എന്നും ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. അതിനുശേഷം ഇത് ഒന്നാകുന്നുണ്ടോ? അതായത് ആ വിഭജനം റദ്ദ് ചെയ്യുന്നുണ്ടോ? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നുണ്ടോ കുട്ടികളെ? റദ്ദ് ചെയ്യുന്നുണ്ട്. അത് റദ്ദ് ചെയ്തത് എപ്പോഴാ? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. റദ്ദ് ചെയ്തത് ആരാ കുട്ടികൾ? റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡ് അല്ലെ? ഡിസംബർ 12 1911 ഡിസംബർ 12 റദ്ദ് ചെയ്യുന്നത്. റദ്ദ് ചെയ്യുന്ന ആളെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് റദ്ദ് ചെയ്യുന്നത്. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് റദ്ദ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ബംഗാൾ വിഭജനത്തെ തുടർന്നാണല്ലോ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈ സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി എന്ന് പറഞ്ഞേ. സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പറഞ്ഞേ. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് നമ്മൾ വിദേശ വസ്തുക്കള്, വിദേശ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഏപ്രിൽ 7 ആരോഗ്യ ദിനം. തെറ്റ്. 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1905 ഓഗസ്റ്റ് 7. ഓക്കെ. വിശക്കുന്നുണ്ടോ എനിക്ക് അറിയാം. ഇപ്പൊ തീക 1905 ഓഗസ്റ്റ് 7. ഓക്കെ. ഈ 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്ന ഓർമ്മയ്ക്കായിട്ട് നമ്മൾ 2015 മുതൽ ഈ ദിനത്തെ എന്തായിട്ട് ആചരിക്കുന്നു? 2015 മുതൽ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമാണ്. കൈത്തറി ദിനം. ഓഗസ്റ്റ് 7 കൈത്തറി ദിനമാണ്. നീരജ് ചോപ്ര ജാവലിൻ ത്രോ എറിഞ്ഞ് സ്വർണം നേടുന്നത് 2021 ഓഗസ്റ്റ് 7 നീരജ് ചോപ്ര ഒളിമ്പിക്സ് സ്വർണം നേടുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് 7 നമ്മുടെ ആസ് പെർ നമ്മുടെ മോദിജിയുടെ റിക്വസ്റ്റ് നമ്മൾ ജാവലിൻ ത്രോ ദിനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ജാവലിൻ ത്രോ ദിനമായിട്ടും നമ്മൾ ആചരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികളെ? ആചരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഓഗസ്റ്റ് 7 കൈത്തറി ദിനമാണ്. അതുപോലെ ഓഗസ്റ്റ് 7 തന്നെയാണ് ജാവലിൻ ത്രോ ദിനം. എന്തുകൊണ്ട് കൈത്തറി ദിനം എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത് 1905 ഓഗസ്റ്റ് 7 ആയതുകൊണ്ട് ഓഗസ്റ്റ് 7 കൈത്തറി ദിനം. എന്തുകൊണ്ട് ജാവലിൻ ത്രോ ദിനം എന്ന് കേട്ട് കഴിഞ്ഞാൽ 2021 ഓഗസ്റ്റ് 7 നീരജ് ചോപ്ര ഒളിമ്പിക്സ് സ്വർണം നേടുന്നത്. ഓക്കെ ഇല്ല? അതുകൊണ്ട് ജാവലിൻ ത്രോ ദിനം. ഓക്കെ. മോദിജി ഇറങ്ങി പോകുന്ന മുമ്പ് അല്ലെങ്കിൽ കുറെ ദിനങ്ങൾ എത്ര ഇറക്കിവിടുന്നത്? അയാളാണ് സ്പേസ് ഡേ കൊണ്ടുവന്നത്. ഇങ്ങനെ കുറെ ദിനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗാന്ധിജി കുറെ ആൾക്കാർക്ക് വിശേഷണം കൊടുത്ത കണക്ക് മോദിജി ഇപ്പൊ ഓടിയിടുന്ന ദിനങ്ങളും മറ്റും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതികളുടെയൊക്കെ പേരുകൾ മാറ്റുകയാണ്. ഓക്കെ അല്ലേ? പുതിയ വായിക്കൊള്ളാത്ത പേരുകളുള്ള പദ്ധതികൾ വരികയാണ്. ഓക്കെ. അതുകൊണ്ട് പുള്ളി എത്രയും പെട്ടെന്ന് താഴെ ഇറക്കാനാണ് നല്ലതാണ്. നമ്മളെ PSC പഠിക്കുന്ന പിള്ളേർക്ക് നല്ലതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഒരു യൂണിയനായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ. ക്ലിയർ ആണ്? ശരി. പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളി ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്ന്. ലവ്മാര് സ്ട്രൈക്ക് എടുത്തില്ലേ? CJP, കോക്രോച്ച് ജനതാ പാർട്ടി സ്ട്രൈക്ക് എന്തിനായെന്തോ? പാർട്ടികൾ വന്നിട്ടുണ്ട്. പാർട്ടികൾ വന്ന പോലെ പറത്തി വിട്ടു തുടങ്ങിയത്. ഓക്കെ. മോദിജി എന്നാ സുമ്മാ? ഓക്കെ. നോക്കിയോ, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു?
നാനാ സാഹിബ് PSC ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാൺപൂരാണ് അല്ലെ, കാൺപൂർ. ഓക്കെ, അടുത്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? കുട്ടികളെ കമന്റ് ചെയ്തേ. വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെന്റ്. ആർക്കടാ ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെന്റ്? റാണി ഝാൻസി, ഝാൻസി റാണി റെജിമെന്റ് അല്ലേ? ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ഈ ബിഷപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തലയ്ക്കും പിടിക്കുമോ ബിഷപ്പ്? ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി, ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ. ഓക്കെ, തെറ്റിക്കല്ല, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കണ്ടേ. പ്രിലിംസ് നിങ്ങൾ വിചാരിക്കണക്ക് കേട്ടാ, ക്വസ്റ്റ്യൻ ഒക്കെ എളുപ്പമായിരിക്കും, പക്ഷെ ഓരോ മാർക്കിനും അവിടെ വാല്യൂ ഉണ്ട്. അല്ലാതെ മറ്റേ പ്രിലിംസ് പരീക്ഷ എളുപ്പമാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യനും വാല്യൂ, ഓരോ ക്വസ്റ്റ്യനും വാല്യൂ ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും. മനസ്സിലായ? മനസ്സിലാക്കി എഴുതിയ നിനക്ക് കൊള്ളാം. സാന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സാന്താൽ കലാപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സാന്താൽ കലാപം പറഞ്ഞ കുട്ടികളെ, സാന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? യെസ്, രാജ്മഹൽ കുന്നുകൾ അല്ലെ, രാജ്മഹൽ കുന്നുകൾ. ഓക്കെ, ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമേ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഓക്കെ, നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചല്ലേ? നിങ്ങൾക്ക് ഡി കണ്ടുകൂടെങ്കിൽ കൂടി നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിയിൽ ഏതാ കാണാം അല്ലേ? നിങ്ങൾക്ക് ഇത്ത കാണാം. ഓക്കെ, മറാത്ത. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് ഏത് പിള്ളേരെ? മറാത്ത. ഈ മറാത്ത പത്രം ഏത് ഭാഷയിലായിരുന്നു? ഇത്ത വെച്ച് പിടിച്ചല്ലേ? അല്ല, താത്തേന്നങ്ങനെ എഴുതി നീക്ക് എന്ത് ചെയ്തേനാ? മറാത്ത, മറാത്ത. മറാത്ത ഇംഗ്ലീഷ് പത്രം, മറാത്ത ഇംഗ്ലീഷ് പത്രം. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ പിള്ളേരെ? മറാത്തി, മറാത്തി, മറാത്തി. മറാത്ത ഇംഗ്ലീഷിലാണെങ്കിൽ ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ചത് കേസരി. ഈ കേസരി എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ നിങ്ങൾക്ക്? കേസരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കേസരി എന്ന് ഉദ്ദേശിക്കുന്നത്, കേസരി എന്ന് വെച്ചാൽ ഒരു ജീവിയാണ്. ഏത് ജീവിയാണ് കേസരി? നമ്മൾ തിന്നുന്ന ഒരു സാധനമുണ്ട് കേസരി, ഒരു ഇങ്ങനെ മറ്റേ ഒരു മഞ്ഞ സ്ക്വയർ കണക്കിരിക്കുന്ന സാധനം, അതൊരു കേസരി. പിന്നെ മറ്റേ കേസരിക്ക ഉണ്ട്, കേസരിക്ക. കേസരിക്ക എന്ന് വെച്ചാൽ നമ്മളെ ബോഞ്ചിക്ക, പാഷൻ ഫ്രൂട്ട്. കേസരി എന്ന് വെച്ചാൽ ലയൺ, സിംഹമാണ്. കേസരി എന്ന് വെച്ചാൽ സിംഹമാണ്, സിംഹം. ഓക്കെ, നമുക്കറിയാം മഹാരാഷ്ട്ര അല്ലെങ്കിൽ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത്, മറാത്ത കേസരി എന്നറിയപ്പെടുന്ന ആരെയാണ് കുട്ടികളെ? മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനെയാണ്. അപ്പൊ അദ്ദേഹം മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം കേസരിയും ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രം മറാത്തയുമാണ്. ഓക്കെ, വയ്യ, ക്ലിയർ ആണ്. അടുത്ത, ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? പറ, ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി പത്രം ആരംഭിച്ചത്. സുരേന്ദ്രനാഥ ബാനർജി ബംഗാളി പത്രം ആരംഭിച്ചത്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി പത്രം ആരംഭിച്ചത്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം ഉറുദു പത്രം ആരംഭിച്ചത് ആര്? വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരംഭിച്ചത് ആര്? വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരംഭിച്ചത് ആര്? കമന്റ് ചെയ്. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരംഭിച്ചത് ലാല ലജ്പത് റായി. ലാല ലജ്പത് റായി. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരംഭിച്ചത് ലാല ലജ്പത് റായി. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത്, വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാ? വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാ? അറിഞ്ഞൂടോ? കറക്റ്റ് ആണ്, ബിപിൻ ചന്ദ്രപാൽ കേട്ടോ. ബിപിൻ ചന്ദ്രപാൽ, ബിപിൻ ചന്ദ്രപാലാണ് വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത്. ബിപിൻ ചന്ദ്രപാൽ, ബിപിൻ ചന്ദ്രപാൽ. ഇനി പാരീസിൽ
പാരീസിൽ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പാരീസിൽ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പാരീസിൽ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വളരെ അത് കാമ, മാഡം ഫിക്കാജി കാമ, മാഡം ഫിക്കാജി കാമ, മാഡം ഫിക്കാജി കാമയാണ് പാരീസില് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മാഡം ഫിക്കാജി കാമ, മാഡം ഫിക്കാജി കാമ, മാഡം ഫിക്കാജി കാമയാണ് പാരീസിൽ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ആരംഭിച്ചത് ലാല ലജ്പത് റായി. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ബിപിൻ ചന്ദ്രപാൽ. പാരീസിൽ നിന്ന് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാഡം കാമ, മാഡം ഫിക്കാജി കാമ. ന്യൂ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ന്യൂ ഇന്ത്യ, ന്യൂ ഇന്ത്യ, ന്യൂ ഇന്ത്യ മാത്രമല്ല, ന്യൂ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണമുണ്ട്. കോമൺവീൽ എന്ന പ്രസിദ്ധീകരണമുണ്ട്. ന്യൂ ഇന്ത്യ കോമൺവീൽ ഒക്കെ ആരംഭിച്ചത് ആരാ? ന്യൂ ഇന്ത്യ കോമൺവീൽ ഒക്കെ ആരംഭിച്ചത് ആരാ? ന്യൂ ഇന്ത്യ കോമൺവീൽ പറ. ന്യൂ ഇന്ത്യ കോമൺവീൽ കറക്റ്റ് ആണ്. ആനി ബസന്റ്. ആരാ കുട്ടികളെ? ആനി ബസന്റ്. ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നീ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആനി ബസന്റ്. യങ് ഇന്ത്യ ആരംഭിച്ചത് ആരാ? യങ് ഇന്ത്യ. 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 പറട്ടെ. യങ് ഇന്ത്യ, യങ് ഇന്ത്യ, യങ് ഇന്ത്യ, യങ് ഇന്ത്യ. യങ് ഇന്ത്യ ആരംഭിച്ചത് ഗാന്ധിജി. യങ് ഇന്ത്യ ആരംഭിച്ചത് ഗാന്ധിജി. യങ് ഇന്ത്യ ആരംഭിച്ചത് ഗാന്ധിജി. ഓക്കെ.